ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രൂട്ട് ബ്രെഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കണ്ടോ എത്ര സോഫ്റ്റാണെന്ന് നോക്കിക്കേ. കണ്ടോ നിറച്ചും ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. കണ്ടോ, ഫ്രൂട്ട് ബ്രെഡ് തയ്യാറാക്കാനായിട്ട് 1.5 കപ്പ് മൈദയാണ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഇളം ചൂടുള്ള പാലാണ്. ഇത് ഏകദേശം ഒരു 3/4 കപ്പോളം ഉണ്ട്. ഇപ്പം ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഇനി കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി മാവിനേക്കാൾ അല്പം കൂടെ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നത്. ജസ്റ്റ് നമ്മുടെ മാവൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഒരല്പം പാൽ കൂടി ഒഴിച്ച് കൊടുക്കാം. ബ്രെഡിനുള്ള മാവ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. മാവ് ഇവിടെ ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രൂട്ട് ബ്രെഡിലേക്കുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതാ കണ്ടോ, കുറച്ച് കറുത്ത മുന്തിരി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറീസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമുക്ക് സിന്നമൺ പൗഡർ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഫ്രൂട്ട്സ് എല്ലായിടത്തും ഈവനായിട്ട് എത്തണം. ബ്രെഡിനുള്ള മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. കൈകൊണ്ട് തന്നെ പരത്തിയാൽ മതിയാവും. ഇവിടെ എല്ലായിടത്തും ഈവൻ കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഈ എഡ്ജ് ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ബേക്ക് ചെയ്യുമ്പോഴും അതങ്ങ് ഓപ്പണായിട്ട് വരും. ഇനി വീണ്ടും അരമണിക്കൂർ കൂടെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ ഫ്രൂട്ട്സൊക്കെ വെച്ച് കൊടുത്ത് ഞാനൊന്ന് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായില്ലേ. ഞാനിതൊരു തവയിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. തവ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പഴയ തവയുടെ മുകളിലോട്ടാണ് ഞാനിവിടെ തവ വെച്ച് കൊടുത്തിരിക്കുന്നത്. തവയിലൊരല്പം ബട്ടർ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം.
ഇനി ഒരു 30 മിനിറ്റ് നമുക്ക് ഈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് ഈ ലിഡിൻ്റെ ഇവിടെ ഒരു ഹോൾ ഉണ്ടല്ലോ, ആ ഹോൾ നമുക്കൊന്ന് ഒരു ചെറിയൊരു ടിഷ്യൂ പേപ്പർ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് അതുകൊണ്ട് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരല്പം ബട്ടർ ഒന്ന് തൂക്കി കൊടുക്കാം. നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രൂട്ട് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡാണിത്. എല്ലാവരും ഈ ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്